Hi. Good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Okay, once again, good morning to all. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വളരെ കുറവ് ആളുകളാണ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. I think 65. എല്ലാവരും കുട്ടികളൊക്കെ സ്കൂളുകളിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചേർക്കാനോ ഒക്കെ പോയിട്ടുണ്ടാകും. ഫസ്റ്റ് ഡേ അല്ലേ, കുട്ടികളുടെ പോകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എനിവേ വി ക്യാൻ സ്റ്റാർട്ട് നൗ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. പറയുമ്പോ എന്തെങ്കിലും ചോദിക്കുമ്പോ മാത്രം അതിന് റിപ്ലൈ തരാൻ വേണ്ടി അൺമ്യൂട്ട് ചെയ്യാം. സൗണ്ട് ഒക്കെ ഓക്കെ ആണോ? ഇവിടത്തെ സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ? Yes, ma'am, clear ആണ്. Okay, so in the last class we have also studied some important departments in a hospital. അല്ലേ, കഴിഞ്ഞ ദിവസവും നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പറഞ്ഞു. ഏതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ? വിച്ച് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട്? ആര്യ ഒന്ന് പറയാമോ? ആര്യ. Ma'am. Which all departments were discussed in the last class? Ma'am, anesthesiology, critical care unit, and dermatology and ENT department. Yes, very good. Critical care unit, anesthesiology, dermatology, and ENT. ഈ 4 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ? ആൻഡ് ഹു ഈസ് ദ ENT സർജൻ കോൾഡ്? ENT സർജന് എന്റെ ഒരു പ്രത്യേക പേര് പറയുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. രേഷ്മ, ക്യാൻ യു ആൻസർ? രേഷ്മ, ENT സർജന് പറയുന്ന പേരെന്താണ്? രേഷ്മില്ല. സന്ധ്യ പറയാമോ? സന്ധ്യ. രേഷ്മ. രണ്ട് രേഷ്മ ഉണ്ടല്ലേ, കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ്. ആന്ന് പറയൂ. രേഷ്മ ജോബിൻ, ആൻസർ അറിയാം. മ്യൂട്ട് ചെയ്തോ? എനിക്ക് തോന്നണ രേഷ്മ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ല എന്നാണ് പറയണേന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ആൻസർ ഇങ്ങോട്ട് വരുന്നില്ല. സന്ധ്യ ഒന്ന് പറയാമോ? സന്ധ്യ പറഞ്ഞിരുന്നു. രേഷ്മ മ്യൂട്ട് ചെയ്, അവിടെ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ, കുഴപ്പമില്ല. സന്ധ്യ പറയാമോ? സന്ധ്യ. സന്ധ്യ എസ്. കുറെ സന്ധ്യ ഉണ്ടോ ഇവിടെ? ഒരു സന്ധ്യ വിളിയേക്കുന്നില്ലല്ലോ. തോന്നണ ഈ റെക്കോർഡ് ക്ലാസ് കാണുന്നതായിരിക്കും ഇങ്ങനെ ഉള്ളവർ ചെയ്യുന്നതിനേക്കാൾ, ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത്. നിങ്ങൾ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ട് യു ആർ നോട്ട് പ്രസന്റ്, ഐ തിങ്ക്. മാം, ഞാൻ ക്ലാസ് കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് സ്കൂളിൽ റീ ഓപ്പണിംഗ് ഡേ ആയിക്കൊണ്ട് എന്റെ ഇതിൽ നിൽക്കുക. ഓക്കെ, അവിടെ നിന്നോ. അവിടെ നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ കയറുമ്പോൾ ഞാൻ ചോദിക്കാം, അപ്പൊ പറഞ്ഞാൽ മതി കേട്ടോ രേഷ്മ. ശരി മാം. ഓക്കെ, താങ്ക് യു. സന്ധ്യ എന്താ അവിടെ? സന്ധ്യ, നിങ്ങൾ അപ്പൊ പിന്നെ എങ്ങനെ ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് നമ്മളത് കാണുന്നില്ല എങ്കിൽ എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനഘ ഒന്ന് പറയാമോ? അനഘ കൃഷ്ണ. ENT സർജനെ നമ്മളൊരു പേര് പറയും. ആരുമില്ലല്ലോ ഒന്ന് വിളിച്ചവര്. അനൂപ. ഓട്ടോലറിംഗോളജിസ്റ്റ് എന്നാണ്. ഓട്ടോലറിംഗോളജിസ്റ്റ് എന്നാണ് നമ്മൾ ENT സ്പെഷ്യലിസ്റ്റിനെ പറയുന്ന പേര്. അവിടെ ജസ്റ്റ് ഒന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന പേര് പെട്ടെന്നൊന്ന് പറയുന്ന ആളുകളൊന്ന് റിപ്ലൈ തരാനായിട്ട് നോക്കുക. Then we have studied in the last class there are different types of anesthesias given in a hospital. Can you say which are the different types of anesthesias given? Maiju Joseph, ഒന്ന് പറയോ?
മൈജു അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പ്രൊനൗൺസ് ചെയ്യുന്നത്. MAIJU ഉണ്ടോ അവിടെ? ഒറ്റ പ്രാവശ്യം ഇനി പേര് വിളിക്കോളൂ. അവിടെ നിങ്ങൾ ആൻസർ തരുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത പറയാമോ? വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് അനസ്തേഷ്യ പ്രൊവൈഡഡ് ഇൻ എ ഹോസ്പിറ്റൽ? Basic anesthesia. General anesthesia. Local anesthesia and regional anesthesia. Okay, general anesthesia, local anesthesia, and regional anesthesia. And what is the regional anesthesia? അതിനെ കുറിച്ച് എന്തറിയാം? വൈഷ്ണവ് ഒന്ന് പറയാമോ? വൈഷ്ണവ് അവിടെ ആൻസർ പറയാൻ നോക്കി. ഒരു ജെൻസിന്റെ സൗണ്ട് കേട്ടതുകൊണ്ട് ഞാൻ ആളിലേക്ക് പോട്ടെ. വൈഷ്ണവ് ഒന്ന് പറയോ റീജിയണൽ അനസ്തേഷ്യനെ കുറിച്ച് എന്തറിയാം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ നിന്ന് എന്താ കിട്ടിയൊന്ന് പറയാമോ? പേര് വിളിച്ചപ്പോ പറയുന്നില്ലേ? വൈഷ്ണവ് നേരത്തെ മൈജു എന്ന് പറഞ്ഞ പേര് വിളിച്ചപ്പോ അവിടെ വൈഷ്ണവ് അതിന് റിപ്ലൈ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വൈഷ്ണവിന്റെ പേര് വിളിച്ചേ. ഇല്ല, പറയില്ല. ഓക്കെ, അടുത്ത ആളെ നമുക്ക് വിളിക്കാം. ഒരു മിനിറ്റ്, ഞാനൊരു ജെൻസിന്റെ പേര് വിളിക്കാൻ പറ്റുമോ നോക്കട്ടെ. ജെൻസ് എത്ര പേരുള്ളൂ? കുറച്ച് പേരുള്ളൂ എന്ന് തോന്നുന്നു. പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ നേരത്തെ വൈഷ്ണവ് ആൻസർ പറഞ്ഞല്ലോ. ഇല്ല, വൈഷ്ണവിൽ മാത്രമേ ഒരു ആൺകുട്ടിയായിട്ട് ഇവിടെ കാണുന്നുള്ളൂ. Nobody else. ഐശ്വര്യ എന്ന് പറയാമോ? എന്താണ് റീജിയണൽ അനസ്തേഷ്യയെ കുറിച്ച് എന്തറിയാം? ഐശ്വര്യ ശിവദാസ് പെട്ടെന്ന് പറയാം. It numbs a specific portion of the body. It numbs a specific part of a body. അല്ലെ? ആ ഒരു അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവനായിട്ട് നമ്പ് ചെയ്യും, മരവിപ്പിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി എന്തറിയാം? Generally, cesarean section are done with this. അതെ, സിസേറിയൻ സെക്ഷൻസ് ആണ് ഈ പറയുന്ന സിസേറിയൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുമ്പോഴാണ് ഇത്തരം അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നറിയാം. പിന്നെ while surgery, the anesthetist will monitor the patient's heart rhythm, temperature, oxygen of the oxygen level of the blood, then conscious level. Okay. Before giving, before providing this regional anesthesia, the anesthesiologist have to monitor the patient's blood pressure, heart rhythm, temperature, the level of consciousness, and also the amount of oxygen in the blood. ഇത്തരം കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. Then what do you mean by local anesthesia? ഹലോ മാം, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള് ഡ്യൂറിംഗ് ദി സർജറി ആണോ അതോ സർജറിക്ക് മുൻപാണോ ഈ പ്രഷറും അല്ലെങ്കിൽ ഓക്സിജനിൽ അതൊക്കെ നമ്മൾ നോക്കുന്നത്? ആ ഒരു സർജറി ടൈമിലാണോ അതോ സർജറിക്ക് മുൻപാണോ? സർജറി അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യേണ്ടത് എപ്പോഴാ? സർജറി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണോ അനസ്തേഷ്യ കൊടുക്കണ്ടേ? അല്ല അല്ല, എപ്പോഴായിരിക്കും? സർജറിക്ക് മുൻപാണ്. കാരണം ഈ പറയുന്ന സാധനം കൊടുത്തു കഴിഞ്ഞിട്ട് ആളുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം അത് കത്തിവെച്ച് മുറിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇത് മനുഷ്യനല്ലേ, നമ്മൾക്ക് ഒത്തിരി ഒത്തിരി ഫീലിങ്സും ഒക്കെ ഉള്ള ആൾക്കാരാണ്. പെയിനും ഒക്കെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നവരാണ്. അപ്പൊ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്ത് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടല്ലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ചില ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ പോയിട്ട് അനസ്തേഷ്യ ഒക്കെ കൊടുത്ത് എന്താ പറയാ വേഗം തന്നെ ഇത്ര സമയത്തിനുള്ളിൽ ആൾ അൺകോൺഷ്യസ് ആയിക്കോളും എന്ന് നമ്മൾ അസ്യൂം ചെയ്തത് കൊണ്ട് സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് കൊടുത്തതിന് ശേഷം എന്താ പറയാ അനസ്തേഷ്യ കൊടുക്കുമ്പോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ആളുടെ കാര്യങ്ങളൊക്കെ നോർമൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് സർജറി നടത്തുക, മുമ്പല്ല. അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് സർജറി സ്റ്റാർട്ട് ചെയ്യും. ചില സമയത്തില് ചില സിറ്റുവേഷൻസിൽ ചിലപ്പോ ഇങ്ങനെയുള്ള എന്താ പറയാ ചില എന്താ പറയാ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ ഹാർട്ട് ഇതൊക്കെ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന BP ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ടൈം ടു ടൈം അത് ചെക്ക് ചെയ്യും. അതിപ്പോ ചെയ്യും അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പും ചിലപ്പോൾ ചെക്ക് ചെയ്യേണ്ടി വരും.
ചിലപ്പോൾ ഈ അനസ്തേഷ്യ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഇഫക്റ്റുകൾ ഉണ്ടാകുമോ, ആഫ്റ്റർ ഇഫക്റ്റ് ഒക്കെ നോക്കേണ്ടി വരും ചില പേഷ്യൻസിന്. കാരണം ഇപ്പൊ ഒരു പല്ലെടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ നോക്കിയാൽ ഇപ്പൊ നമുക്കൊരു പല്ലെടുക്കുന്ന ആളുകൾക്ക് ഷുഗർ ഒക്കെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ആൾക്കാരെ ഓടി ചെന്ന് കഴിഞ്ഞാൽ നോർമൽ ഈ പറയുന്ന അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ പറയാ സ്വെല്ലിംഗ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പല്ലെടുക്കാൻ തരും. ഡോക്ടേഴ്സ് വേണമെങ്കിൽ അപ്പൊ തന്നെ പല്ലെടുക്കും. ഞാനിപ്പോ ഒരു ചെറിയ ഉദാഹരണം പല്ലിന്റെ പറഞ്ഞതാണ്. നമ്മളൊക്കെ അതെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ പല്ലിന്റെ എന്തെങ്കിലും ട്രീറ്റ്മെന്റിനൊക്കെ. പക്ഷെ ഹൈ ഷുഗർ പേഷ്യൻസ് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവര് ഷുഗർ ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം എന്താ പറയാ എന്തെങ്കിലും ഷുഗർ ലെവലൊക്കെ കുറച്ച് കോൺസ്റ്റന്റ് ഒക്കെ അല്ലാണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. കാരണം അവിടെയൊക്കെ അത്തരം പേഷ്യൻസിനെ എടുത്തു കഴിഞ്ഞാൽ ആ മുറിവ് അത് എന്താ പറയാ അതിനെ എന്താ പറയാ മുറിവ് ഉണങ്ങാനായിട്ട് അത് ഹീൽ ചെയ്യാനായിട്ട് ഒത്തിരി സമയം എടുക്കും. അപ്പൊ ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ചില ആളുകളുടെ അതിന് മുമ്പ് അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം അനസ്തേഷ്യ കൊടുത്തതിന് ശേഷവും എന്താ പറയാ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഉള്ള പേടി കൊണ്ടോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടി പോകാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ലോക്കൽ അനസ്തേഷ്യ? ഞാൻ ആരെ വിളിച്ചത്? ആരെ ഇങ്ങോട്ട് വിളിച്ചല്ലോ? ആരായിരുന്നു അത്? ആള് പറയാൻ റെഡി വന്നതാ. ആളുടെ പേര് മറന്നുപോയല്ലോ. വിളിച്ച ആളുടെ പേര് ഓർമ്മയില്ലേ? രാജി, ഒന്ന് പറയാമോ എന്താണ് ലോക്കൽ അനസ്തേഷ്യ? എന്താണ് മനസ്സിലായത് ലോക്കൽ അനസ്തേഷ്യ? നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് എനിക്ക് സമയം കളയാനല്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് എങ്കിലും ഒന്ന് വായിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ. പറയും. ഇത് കൂടുതൽ പല്ലിനാണ്. നമ്മൾ ഏതെങ്കിലും ഏരിയയിൽ മാത്രമാണ് ഇത് അനസ്തേഷ്യ കൊടുക്കുന്നത്. കൂടുതൽ പല്ലിന്റെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു സ്മോൾ ഏരിയ ഒരു കുഞ്ഞ് ഏരിയ മാത്രം നമുക്ക് എന്താ പറയാ അതിന്റെ സെൻസേഷൻ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോക്കൽ അനസ്തേഷ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കൂടുതലും ഡെന്റിസ്റ്റുകളാണ് ഈ ഇത്തരം അനസ്തേഷ്യാസ് കൈകാര്യം ചെയ്യുക. അവർക്കാണ് ഇത് കൂടുതൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒരു സ്മോൾ പോർട്ട് ഓഫ് ദ ഏരിയ. അതായത് മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ശരീരഭാഗത്തിന്റെ ഒരു ഭാഗം മുഴുവനും ഇപ്പൊ പയറിന്റെ അവിടെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ മരവിങ്ങൾ അതിന്റെ താഴേക്ക് അങ്ങോട്ട് മുഴുവനും മുകളിലേക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും എന്നൊക്കെയാണ്. അതായത് നമുക്ക് എന്താ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയാണ് ഈ എന്താ പറയാ സിസേറിയനൊക്കെ കഴിച്ച ആളുകള് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അനുഭവമില്ല, അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തത്. അങ്ങനെയാണ് അവർ പറയാം. അതായത് നമ്മുടെ ബോഡിയുടെ ആ ഒരു മുറിക്കേണ്ടത് വയറുഭാഗമാണ്. അതുകൊണ്ട് കുട്ടിയെ പുറത്തെടുക്കാൻ സേഫ് ആയിട്ട് ചില സിറ്റുവേഷൻസിൽ അമ്മയ്ക്കും കൊച്ചിനും എന്താ പറയാ ഒത്തിരി എന്താ പറയാ ഭയങ്കര ട്രബിൾസ് ഒക്കെ വരാൻ സാധ്യത. രാജി മ്യൂട്ട് ചെയ്തോളൂട്ടാ. അപ്പൊ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും രണ്ടുപേരെയും സേഫ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരം സിസേറിയൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഇവര് ഈ ഒരു ബോഡി പാർട്ട് മുഴുവനായിട്ട് എന്ത് ചെയ്യാണ് മരവിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ മുകളിലേക്കുള്ള ഭാഗം അവിടെ എന്തൊക്കെയോ ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലുണ്ട്, പക്ഷെ പെയിൻഫുൾ ആകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ അനസ്തേഷ്യ കൊടുക്കുന്നതിന്റെ ഒരു കാര്യമാണത്. നമ്പ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക നമ്മുടെ ആ ഒരു ഭാഗത്തെ. അപ്പൊ നമ്മൾ പറഞ്ഞു ലോക്കൽ അനസ്തേഷ്യ. പിന്നെ ജനറൽ അനസ്തേഷ്യ ഉണ്ട്. അതും എന്താ പറയാ മെഡിക്കൽ ഡോക്ടർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അത് മാസ്കോ അല്ലെങ്കിൽ IV ക്യാനിലോ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. അത് കുറച്ചുകൂടി ഒന്നുകൂടി ക്ലിയർ ആകുന്നതിനുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ഹാർട്ട് ഓപ്പൺ സർജറീസും ബ്രെയിൻ സർജറീസും ഒക്കെ മേജർ സർജറി അല്ലേ? അപ്പൊ ഇതിൽ ഏത് അനസ്തേഷ്യ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? ഏത് ഹാർട്ട് സർജറിക്കൊക്കെയോ? ഹാർട്ട് ഓപ്പൺ സർജറീസും ബ്രെയിൻ സർജറീസും ഒക്കെ. ഹാർട്ട് ഒക്കെ സർജറി അതിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ റീജിയണൽ അനസ്തേഷ്യ ഒക്കെ ചിലപ്പോ എന്താ പറയാ പറ്റുമായിരിക്കും. ലോക്കൽ അനസ്തേഷ്യ കൊടുക്കില്ല. എന്തായാലും ജനറൽ അനസ്തേഷ്യയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അതായത് നമ്മുടെ ആ ഒരു ഭാഗം മുഴുവനായിട്ട് മരവിപ്പിക്കണമല്ലോ, അൺകോൺഷ്യസ് ആക്കാൻ വേണം ജനറൽ അനസ്തേഷ്യ. അത് എത്രത്തോളം വലിയ ഓപ്പറേഷൻസ് ആണോ അത് അതിനനുസരിച്ചിരിക്കും. ഡിപ്പെൻസ് അപ്പോൺ ദ സർജറിയുടെ ആ ഒരു എന്താ പറയാ ടൈം എടുക്കുന്ന സമയം, എത്രത്തോളം എന്താ പറയാ റിസ്ക് ആയിട്ടുള്ള ഒരു സർജറിയാണ്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മള് ഇപ്പൊ എന്താ പറയാ ആ പ്രൊവൈഡ് ചെയ്യുന്ന അനസ്തേഷ്യകള് അത് അവരുടെ മെഡിക്കൽ പ്രാക്ടീഷണർ അവർ പറയുന്ന രീതിയിലുള്ള അനസ്തേഷ്യാസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ലോക്കൽ അനസ്തേഷ്യ അല്ലാന്ന് നമുക്കറിയാം. ഇതിൽ മറ്റേതിൽ രണ്ടിലും ഏതെങ്കിലും ആയിരിക്കും അത് കൊടുക്കാതെ. അത് രണ്ടും ചൂസ് ചെയ്യുന്നത് അവരുടെ സർജറിയുടെ ഇതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ മാം. ഓക്കെ.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, CCU അല്ലെങ്കിൽ ICU എന്ന് പറയുന്നത് ആ ടോപ്പിക് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ വീണ്ടും അതൊക്കെ സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പറയാത്തത്. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്താണ്, അതിന് കുറെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്, ആ 3 പേരും നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ അവിടെ കുറച്ച് ഫ്യൂ ബെഡ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അവിടെ അത് ഹാൻഡിൽ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡോക്ടേഴ്സും നഴ്സസും പിന്നെ എന്താ പറയാ, പിന്നെ കുറച്ച് വേണ്ട സഹായികൾ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറ്റീഷ്യൻസ് അത്യാവശ്യം വേണ്ടതാണ്. കാരണം ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് എല്ലാ കാര്യങ്ങളും നമുക്ക് കനോട്ട് ബി ഈറ്റൻ, അവർക്കൊന്നും ഫുഡൊക്കെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡയറ്റീഷ്യൻ പറയുന്ന പ്രകാരം അവര് റെക്കമെൻഡ് ചെയ്യുന്ന ഫുഡ് അത്രയാണ് കൊടുക്കുക. പിന്നെ അനസ്തറ്റിക്സ് ഉണ്ടായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ എന്താ പറയാ ഭയങ്കര മസിൽസിനോ അല്ലെങ്കിൽ കാലുകൾക്കോ കൈകൾക്കോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിവരാൻ പറ്റാത്തതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം ICUയിൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അവരെ ട്രീറ്റ് ചെയ്യാൻ ഫിസിയോതെറാപ്പിസ്റ്റുകളും ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ENTയും അതുപോലെ തന്നെ ഡെർമറ്റോളജിയും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി ഞാൻ പറയുന്നില്ല, ഞാൻ ആളുകൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ ജോയിൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഒന്ന് ചോദിച്ചതാണ്. ഇനി എന്റെ സമയം പോകും. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താണത്, വായിക്കാമോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. എൻഡോക്രൈനോളജി എങ്ങനെ വേണമെങ്കിലും വായിക്കും. പ്രൊനൗൺസിയേഷൻ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ എൻഡോക്രൈനോളജി എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മെഡിസിൻ ദാറ്റ് റിലേറ്റ്സ് ടു എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം, അതായത് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരെണ്ണമല്ല എന്ന് നമുക്കറിയാം. അന്തസ്രാവി ഗ്രന്ഥികളൊക്കെ ഉണ്ടല്ലോ, എൻഡോക്രൈൻ ഗ്ലാൻഡുകളൊക്കെ ഉണ്ട് ഒരുപാട് നമ്മളുടെ ശരീരത്തിൽ. അപ്പൊ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡുകളും ആ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളും ഒക്കെ ഉണ്ട് ഒത്തിരി. അത്തരം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ഒരു പരിഹാര മാർഗം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ മൊത്തം കാര്യങ്ങളുടെ എന്താ പറയാ താളാത്മകത കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് ഫേസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മളുടെ ബോഡിയിലെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ പെട്ടെന്ന് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അതെന്താണെന്ന് ആ പേരുകൾ എന്തായാലും പഠിച്ചു വെക്കണം. അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും അധികമില്ലെങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെ നോട്ടുകൾ ഇവിടെ കിടക്കുന്ന നോട്ടാണ്. നമ്മൾ എക്സ്ട്രാ എഴുതി തരുന്ന നോട്ട് യു ഹാവ് ടു എന്താ പറയാ, നിങ്ങൾ അത് റിയലൈസ് ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് അതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് മാത്രം എഴുതി തരുന്നതാണ്. പിന്നെ അതിനകത്ത് അപ്പൊ അങ്ങനെ എഴുതി തരുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പരീക്ഷയ്ക്ക് ആ ഒരു കാര്യങ്ങളും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരാ, ഈ അന്തസ്രാവി വ്യവസ്ഥയിനകത്ത് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കിയേ. പാൻക്രിയാസ് ഉണ്ട്, തൈറോയിഡ്, പൈരാതൈറോയിഡ്, പൈനിയൽ ഓർപിനിയൽ എന്ന് വായിക്കാം, ഹൈപ്പോതലാമസ്, അഡ്രീനാലൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഏതിനകത്ത് വരുന്നത്, എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പൊ പാൻക്രിയാസും അതുപോലെ തന്നെ തൈറോയിഡ്, പാരാതൈറോയിഡ് ഇതൊക്കെ അറിയാലോ അല്ലെ. ഈ തൈറോയിഡിനൊക്കെ ഒരു ഗ്ലാൻഡ് ആണ്, ഗ്രന്ഥിയാണ്. ആ ഗ്രന്ഥിയിൽ നിന്ന് ഒരു തരത്തിലുള്ള തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം അല്ലെ. ഒരു ആവറേജ് നമ്മളുടെ ശരീരത്തിൽ എന്ത് സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് തന്നെത്താൻ തന്നെ നമ്മൾ കൊടുക്കുന്നത് കൂടാതെ ബോഡി എന്താ പറയാ പ്രൊഡ്യൂസസ് ഇറ്റ്സ് ഓൺ ഹോർമോൺസ്. ചില ഹോർമോണുകളൊക്കെ നമ്മുടെ ശരീരം തന്നെ എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇത് ടു ഹൈ ആകാനും പാടില്ല, ടു ലോ ആകാനും പാടില്ല, ഒരു ആവറേജ് ഇതിൽ പോകണം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ടു ഹൈ ഓർ ടു ലോ അതിനെ നമ്മൾ തൈറോയിഡ് പ്രോബ്ലംസ് എന്ന് വിളിക്കും. അപ്പൊ അത്തരം ഹോർമോണുകൾ ചിലപ്പോൾ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നതാകാം, ചിലപ്പോൾ ഭയങ്കര ലോ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാകാം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെയാണ് ട്രീറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയാ പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രിനൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓവറീസ് ആൻഡ് ടെസ്റ്റിസ് വിച്ച് ആർ ദ സെക്സ് ഓർഗൻസ്, നമുക്കറിയാം അല്ലെ, അത് നമ്മുടെ സെക്സ് ഓർഗൻസ് ആണ്. അപ്പൊ അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെ എൻഡോക്രൈനോളജിയിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഇതിന് സൂപ്പർ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തു തരാം. അത് അന്നേരം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയുമാണ്. ഇറ്റ് ഓൾസോ സ്റ്റഡീസ് അബൌട്ട് ദ ഹോർമോൺസ്, ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻഡ്സ്, അതായത് ഹോർമോണുകളെ കുറിച്ചും ഹോർമോണുകൾ റിലേറ്റ് ചെയ്യുന്ന ഗ്രന്ഥികളെ കുറിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ വർക്ക്സ് ക്ലോസ്ലി വിത്ത്, ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒഫ്താൽമോളജി, അതായത് കണ്ണിന്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അതിനകത്തുണ്ടല്ലോ ഒരുപാട് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന്
ചിലപ്പോ കണ്ണുമായിട്ട് ചില പ്രശ്നങ്ങളുമായിട്ട് ഒഫ്താൽമോളജിസ്റ്റിനെ കാണാനായിട്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അവര് എന്താ പറയാ വെറുതെ ഡിറ്റക്ട് സം പ്രോബ്ലംസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു സം അതർ, അതായത് ഇവരുടെ ഗ്ലാൻഡുകൾക്കാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ദേ മേ സജസ്റ്റ് ദീസ് പേഴ്സൺസ് ഓർ പേഷ്യൻസ് ടു ദിസ് ഡിപ്പാർട്ട്മെന്റ്, എൻഡോക്രൈനോളജിയിലേക്ക് വേണമെങ്കിൽ അവരെ സജസ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ നിന്ന് വരുന്ന പേഷ്യൻസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാറുണ്ടെന്നാണ് പറയുന്നത്. ഒഫ്താൽമോളജി, റേഡിയേഷൻ ഓങ്കോളജി, അതായത് എന്താ പറയാ നമ്മുടെ റേഡിയേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരുന്ന ക്യാൻസർ വിഭാഗത്തിലുള്ള ആളുകള്, പിന്നെ സർജറി, ഒബ്സ്ട്രക്റ്റിക്സ്, നമ്മുടെ പ്രസവാനന്തര ചികിത്സകളുടെ ഒക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന സർജറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻസോ അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. പിന്നെ മാത്രമല്ല ദേ ഓൾസോ പ്രൊവൈഡ് സം മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്, അതായത് ഒത്തിരി വേറെ വേറെ വിഭാഗത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഓർക്കുക, എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള താളപ്പിഴകളെയൊക്കെ ശരിയാക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രോബ്ലംസിനെയൊക്കെ കറക്റ്റ് ചെയ്യുന്ന, അത്തരം പ്രോബ്ലംസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന, പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. അതിനകത്ത് പൈനിയൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻസ്, തൈറോയിഡ്, ഹൈപ്പോതലാമസ്, പിന്നെ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. മാത്രമല്ല ഈ ദിസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യൻസ് കം ഫ്രം ഒഫ്താൽമോളജി, പിന്നെ റേഡിയേഷൻ ഓങ്കോളജി, ദെൻ സർജറി ഓഫ് ഒബ്സ്റ്റട്രിക്സ്, അതിന്റെ ട്രാൻസ്പ്ലാന്റേഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സഹായിക്കുന്നത് എന്നോർക്കുക. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതോ ഒരു ക്ലാസ്സിൽ ആരോ ചോദിച്ചിരുന്നു, നമ്മൾ ഏതിനെ കുറിച്ച് പറഞ്ഞപ്പോഴോ തൈറോയിഡ് ഇതിനകത്ത് ഒരു ENT, നെക്ക് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞല്ലോ. നെക്ക് അതായത് നമ്മളുടെ നെക്കിന്റെ ഹെഡിന്റെ ഒക്കെ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നെക്കിനകത്ത് ഈ പറഞ്ഞ തൈറോയിഡിന്റെ ഇത് വരുമല്ലോ. അപ്പൊ നമ്മൾ നെക്ക് ലംസിനെ കുറിച്ച് പറഞ്ഞു, അതായത് ഇവിടെ ഇങ്ങനെ വീർത്ത് വരിക, അത് അവിടുത്തെ ലിംഫുകൾ, അതിന്റെ എന്താ പറയാ ധമനികളൊക്കെ ഇങ്ങനെ വീർക്കുന്നത് കൊണ്ടാണ്. എല്ലാം തന്നെ ക്യാൻസേഴ്സ് ആവണമെന്ന് നിർബന്ധമില്ല, എല്ലാം തൈറോയിഡിന്റെ പ്രശ്നങ്ങളാകുന്നൊന്നുമില്ല. ഓക്കെ, അത് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അവിടെ സ്പെഷ്യലിസ്റ്റുകൾക്ക് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ പ്രോബ്ലം റിലേറ്റഡ്, ഏത് രീതിയിലുള്ളതാണെന്ന് അത് അവർക്ക് പരിശോധിച്ച് കഴിയുമ്പോൾ, ടെസ്റ്റുകൾ നടത്തി കഴിയുമ്പോൾ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അവർക്ക് മനസ്സിലാകും. അന്നേരം അവര് മറ്റു കാര്യങ്ങളിലേക്ക് സജസ്റ്റ് ചെയ്യും. ഇയാളെ ഇവിടെയല്ല കൊണ്ടുവരുന്നത്, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇതിന് ഉള്ള കൂടുതൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. കാരണം ഈച്ച് ആൻഡ് എവറി ഇവരെല്ലാവരും സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. ഇപ്പൊ എൻഡോക്രൈനോളജിയിൽ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇരിക്കുക. അന്നേരം നമ്മൾ ENT-യിൽ ആ ഒരു ഇതിന് ഇപ്പൊ നെക്ക് ഇങ്ങനെ വീർത്ത് വന്നാൽ അവിടെയൊക്കെ നമ്മൾ ENT-യിലാ കൊണ്ടുപോകണ്ടേ എന്ന് വിചാരിച്ചു. നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്ക് എന്താ പ്രശ്നം നമുക്കറിയില്ല. സോ വി വിൽ ഗോ ഫോർ ദ ENT. നമ്മൾ പോകുന്നത് ചിലപ്പോൾ ENT-യിലായിരിക്കും. അവർ നോക്കുമ്പോഴായിരിക്കും മനസ്സിലാകുക ഈ പ്രോബ്ലം ഇതുകൊണ്ടല്ല, അത് എൻഡോക്രൈൻ സിസ്റ്റത്തെ ബാധിക്കുന്ന പല ഹോർമോൺസിന്റെയും പ്രത്യേകതകളോ അല്ലെങ്കിൽ ഗ്ലാൻസിന്റെ പ്രത്യേകത കൊണ്ടാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ സജസ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ അപ്പൊ സ്പെഷ്യലിസ്റ്റുകൾക്ക് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. എല്ലാം അറിയാൻ പറ്റുന്നവരില്ല. മെഡിക്കൽ എന്താ പറയാ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യൻസ്, GP, ജനറൽ, അത് നമ്മൾ അടുത്ത പഠിക്കുന്നുണ്ട്. അവര് ഏതെങ്കിലും കാര്യത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളല്ല. അപ്പൊ അവർ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഇന്ന ഭാഗത്തെ ഇന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അവർക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങോട്ടേക്കായിരിക്കും സജസ്റ്റ് ചെയ്യുക. ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മളെ സജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഈ എൻഡോക്രൈനോളജിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദേ. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡയബറ്റീസ്, ഷുഗർ അല്ലെ, പിന്നെന്താ ന്യൂട്രീഷ്യൻ പ്രോബ്ലംസ്, അതായത് പോഷകത്തിന്റെ ഒക്കെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അതൊക്കെ അറിയാലോ. ഇത് പല പോഷകക്കുറവ് കൊണ്ടോ കൂടുതൽ കൊണ്ടോ ഒക്കെ പല പ്രശ്നങ്ങളുണ്ടോ. നമ്മൾ പറഞ്ഞു എല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരു ആവറേജ് ലെവലിൽ മതി. If it is going beyond the limits or if it is not coming up to the limits, അത് രണ്ടും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ന്യൂട്രീഷൻ ആയാലും അങ്ങനെ തന്നെ. കുറെ ന്യൂട്രീഷൻ കിട്ടട്ടെ, പോഷകങ്ങൾ കിട്ടട്ടെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം നമ്മൾ ഒരുപാട് വാരി കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെന്താ ഓസ്റ്റിയോപോറിസിസ്, ദാറ്റ് മീൻസ് നമ്മളുടെ കാൽഷ്യത്തിന്റെ ഇനാഡക്വസി കൊണ്ടുണ്ടാകുന്ന ബോൺ ഡിസോർഡേഴ്സ് ഒക്കെ ഇല്ലേ, അതായത് എല്ലുകള് പൊടിയുക, തേയുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, അതാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അത്തരം ഡിസോർഡേഴ്സ് ഒക്കെ ഈ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ് ചെയ്യുക. പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്, അതും ഇതിനകത്ത് തന്നെയാണ്. അത് നമ്മുടെ എന്താ പറയാ സെക്സ് പറയുന്ന, അതായത് സെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ നമ്മളുടെ ഓർഗൻസ് ഉണ്ടല്ലോ, അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ തൈറോയിഡ് ഡിസോർഡേഴ്സ്, പിന്നെ ട്രാൻസ്ജെൻഡർ മാത്രമല്ല ഇന്റർ സെക്സ് മെഡിസിൻസും
ഇത് ട്രാൻസ്ജെൻഡർ ആകുക എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ നമ്മള്. ഇന്നൊക്കെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ജെൻഡറിൽ നിന്ന് മറ്റൊരു ജെൻഡറിലേക്ക് ആള് മാറുന്നതൊക്കെ. അങ്ങനെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നൊക്കെ ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആയിരുന്നു ടീച്ചർ, പിന്നെ അത് പെണ്ണായി മാറി. അപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് സർജറീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റിലാ വരിക. ഇന്റർസെക്സ് മെഡിസിൻസും അതുപോലെ തന്നെ, അതായത് വേറൊരു സെക്സുകൾ തമ്മിലുള്ള മെഡിസിൻസ്, അവർക്ക് വേണ്ട പ്രൊവൈഡ് ചെയ്യുന്ന മെഡിസിൻസ് ഇവിടെയാണ്. പിന്നെ പല ട്രാൻസ്പ്ലാന്റേഷൻസും, ഇത്തരം കാര്യങ്ങളിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഒരു വൈഡ് റേഞ്ച് ഓഫ് എന്താ പറയാ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കിട്ടുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം മൊത്തം ഉണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും എല്ലാം തന്നെ ഈ ഒരു ഇതിനകത്ത് വരിക. എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം. എൻഡോക്രൈനോളജി, എൻഡോക്രൈൻ സിസ്റ്റം, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ ഹോർമോൺസ്, ഇതൊക്കെ ഇതിനകത്ത് പ്രശ്നമാണ് നമുക്ക് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊക്കെ ഏരിയാസ് ആണ് ഇത് കവർ ചെയ്യുന്നത്, അത് ഏതൊക്കെയാണ് അതിനകത്ത് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രിനൽ, ഇതൊക്കെ ഈ ഗ്ലാൻഡുകളൊക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് എല്ലാം ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഡീൽ ചെയ്യുന്നതാണ് ഉള്ള കാര്യം ഓർക്കുക. പിന്നെ അതിനകത്ത് എക്സ്ട്രാ വരുന്ന പ്രോബ്ലംസ് ഏതിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതാണ്? ഡയബറ്റീസ്, ന്യൂട്രീഷൻ, ഓസ്റ്റിയോപോറോസിസ്, പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്, തൈറോയിഡ് ഡിസോർഡേഴ്സ്. ഈ പേരുകൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. അതിന്റെ കൂടുതൽ വിശദീകരണം നമുക്ക് ആവശ്യമില്ല. ട്രാൻസ്ജെൻഡർ ചില അവയവങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എന്താണെന്ന് മാത്രമാണ് നമുക്ക് അറിയേണ്ടിയുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഈ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ കിഡ്നിയുടെ ആ ഭാഗത്തായിട്ട്, അതിന്റെ കുറച്ച് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ്. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു പയറിന്റെ ഒരു ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡ് ആണ്. അത് എന്തെന്ന് പറയാ മാസ്റ്റർ ഗ്ലാൻഡ് എന്നും അതിന് പേരുണ്ട് കേട്ടോ. മാസ്റ്റർ ഗ്ലാൻഡ് എന്നും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട് നമ്മളുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഹൈപ്പോതലാമസ് നമ്മുടെ തലയിലുള്ളതാണ് അല്ലെ, പാർട്ട് ഓഫ് ബ്രെയിൻ ആണ്. അതായത് തലയ്ക്കകത്ത് നമ്മുടെ ബ്രെയിനിന് 5 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. വിച്ച് കൺട്രോൾസ് അവർ ടെമ്പറേച്ചർ, പിന്നെ നമ്മളുടെ എന്താ പറയാ വാട്ടർ ലെവൽ ഇൻ അവർ ബോഡി, പിന്നെ നമ്മളുടെ ഹങ്കർ, വിശപ്പ്, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. വാട്ടർ ലെവലിനെയും നമ്മുടെ ഹങ്കറിനെയും പിന്നെ നമ്മുടെ ടെമ്പറേച്ചറിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ പാരാതൈറോയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ 4 ഇതായിട്ടാണ്, 4 എണ്ണം, അതായത് 2 പെയേഴ്സ് വീതം, 2 എണ്ണം വീതമുള്ള ജോഡികളായിട്ടുള്ള 4 ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്ലാൻഡുകളെയാണ് നമ്മൾ പാരാതൈറോയ്ഡ് എന്ന് വിളിക്കുക. അതിനകത്ത് അത് നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ തൊട്ടപ്പുറത്തുമായിട്ട് 2 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണുന്ന ഒരു സംഭവമാണ് എന്നുള്ള കാര്യമൊക്കെ ഓർത്തിരിക്കുക. അതൊക്കെ ഞാൻ എഴുതി തരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അത് ജസ്റ്റ് ഒന്ന് വേഗം എഴുതി വെക്കാട്ടോ. ആ വേർഡുകൾ ഒന്ന് എഴുതിയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒരു കുഞ്ഞു വാക്കുകളോ എന്തെങ്കിലോ എഴുതിയാൽ മതി. കൂടുതലൊന്നും എഴുതാനൊന്നുമില്ല. ഒന്ന് എഴുതാം. ആദ്യത്തേത് എൻഡോക്രൈൻ സിസ്റ്റം എഴുതാം. എൻഡോക്രൈൻ സിസ്റ്റം ഹെഡിങ് എഴുതണം. എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ താഴെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് എഴുതാം. എൻഡോക്രൈൻ സിസ്റ്റം ഒരു ഹൈഫൻ ഇടാം. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് the hormones they produce. Endocrine glands and the hormones they produce. അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ്, അതാണ് എൻഡോക്രൈൻ സിസ്റ്റം. നെക്സ്റ്റ് വേർഡ് ഏതാണ്? അടുത്തത് പറയാമോ? endocrine gland, GLANDS, glands and the hormones they produce. വേർഡ്സ് ഒക്കെ അങ്ങനെ പഠിച്ചാൽ മതി. പാൻക്രിയാസ്, പാരാതൈറോയിഡ് ഒന്ന് എഴുതി വെക്കാം. പാരാതൈറോയിഡ്, PARATHYROID, പാരാതൈറോയിഡ്. ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. 2 pairs of TWO, 2 pair, PAIRS, pairs of
two pairs of small oval shaped glands. Two pairs of small oval, OVAL, oval shape ആണ് oval shaped glands. Two pairs of small oval shaped glands located next to the two thyroid glands. Next to the two thyroid glands. Thyroid glands. Next one is the pineal. PINEAL. Pineal gland. Pineal no pineal no എന്ത് വേണമെങ്കിലും എഴുതാം. അതെന്ന് പറഞ്ഞാലില്ലേ നമ്മളുടെ എന്താ പറയാ ഈ ഡേ ടു ഡേ നമ്മുടെ ഓരോ ഫങ്ഷൻസും ഇല്ലേ, നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം ദൈനംദിനമായിട്ട് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ഇല്ലേ, അതിന്റെയൊക്കെ താളക്രമം എന്താ പറയാ കൺട്രോൾ ചെയ്യുന്നതാണ് പൈനിയൽ ഗ്ലാൻഡിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അതിനൊരു പേരുണ്ട്, ബയോളജിക്കൽ ക്ലോക്ക് എന്നും കൂടി പറയും. ബയോളജിക്കൽ നമ്മള് ഒരു ദിവസം ഒരു രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ദൈനംദിനമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ദിനം പ്രതി. നമ്മളത് വെറുതെ നമ്മൾ വിചാരിക്കും നമ്മള് തന്നെത്താനെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങള് എന്താ പറയാ കോൺസിക്യൂട്ടീവ് ആയിട്ട് ചെയ്യുന്നു, ഒന്നിന് പിറകെ ഒന്നായിട്ട് ചില കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നതുണ്ട്. നമ്മുടെ എന്താ പറയാ ആക്സിഡന്റലി നമ്മൾ ചില കാര്യങ്ങൾ ഒരു ദിവസം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതേസമയം ചില കാര്യങ്ങൾ നമ്മൾ കാലത്ത് എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാന്നുള്ളത് ഇത് ആരാ പറയുന്നത്? അപ്പൊ അതിന് ഒരു ഗ്ലാൻഡിന്റെ പ്രവർത്തനമുണ്ട്. ചിലർക്ക് അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്താ ചെയ്തോണ്ടിട്ട് മറന്നു, അത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഓർക്കുന്നില്ല. ഓക്കെ, അപ്പൊ അത്തരം റുട്ടീനിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയാ പൈനിയൽ ഗ്ലാൻഡ് എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ അതിന് ഒരു പേര് കൂടി ഉണ്ട്, ബയോളജിക്കൽ ക്ലോക്ക്. ക്ലോക്ക് അറിയാലോ, നമ്മുടെ സമയം അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൃത്രിമം എന്താ പറയാ വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ മാത്രമല്ല ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഗ്ലാൻഡ്. പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്ലാൻഡ് കൂടിയാണ് കേട്ടോ. അപ്പൊ അത് എഴുതി വെക്കാം, പൈനിയൽ എന്ന് എഴുതാം, ഒരു ഹൈഫനറ്റ് എഴുതാം. കൺട്രോൾസ് our day-to-day activities. അപ്പൊ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം, ഡാഷ് കൺട്രോൾസ് അവർ day-to-day activities. അപ്പൊ ഇത് പൈനിയൽ ഗ്ലാൻഡ് ആണ്. Day-to-day activities. Full stop. It is the smallest gland. ഗ്ലാൻഡുകളിലെ ചെറുതാണ്. It is the smallest gland and also called biological clock. ബയോളജിക്കൽ ക്ലോക്ക് എന്നതിന് പേരുണ്ട്. നെക്സ്റ്റ് വൺ, അടുത്തത് എഴുതേണ്ടത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് കേട്ടാ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്പെല്ലിംഗ് നോക്കി എഴുതാം, PITUITARY. പീയൂഷ് ഗ്ലാൻഡ് എന്നും അതിന് പേരുണ്ട്, പിറ്റ്യൂട്ടറി ഓർ പീയൂഷ് ഗ്ലാൻഡ് അതിന് പേരുണ്ട്. പീയൂഷ് ഗ്ലാൻഡ് എന്ന് കൂടി ഒരു ഹൈഫനറ്റ് എഴുതി വെച്ചേക്കാം, ഓർന്നിട്ടിട്ട്, ഓർ പീയൂഷ് ഗ്ലാൻഡ് is the master gland. Which have the shape of P. PEA. Have the shape of P. നോട്ട് ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കുന്നവര് വേണമെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്താൽ എല്ലാവർക്കും ആർക്കെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. ഒത്തിരി സമയം മാം ഹാവ് ദ ഷേപ്പ് ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ്, എന്താ പറയാ പീയൂഷ് ഗ്ലാൻഡ് എന്ന് എഴുതി ഒരു ഹൈഫൻ ഇട്ടിട്ട് ഈസ് ദ മാസ്റ്റർ ഗ്ലാൻഡ് വിച്ച് ഹാവ് ദ ഷേപ്പ് ഓഫ് PEA. പയറില്ലേ, പയറ്, അതാണ് ഉദ്ദേശിച്ചത്. മാം ഒന്നുകൂടെ പറയോ, കട്ടായി പോയായിരുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരു ഹൈഫൻ ഇടാ, ഈസ് ഓൾസോ നോൺ ആസ് പീയൂഷ് ഗ്ലാൻഡ്. അപ്പൊ ഒരു ഹൈഫൻ ഇട്ട് പീയൂഷ് ഗ്ലാൻഡ് എന്ന് എഴുതിയാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റണം. അപ്പൊ വായിക്കുമ്പോ ഇങ്ങനെയും പറയാം ഈ സാധനത്തിന് PIYUSH,
PIYUSH, പീയൂഷ് ഗ്ലാൻഡ് എന്ന് പറയും. വീണ്ടും ഒരു ഹൈഫൻ ഇടുക. ഈസ് ദ മാസ്റ്റർ ഗ്ലാൻഡ്, is the master gland which have the shape of, which is in the shape of P. Okay, then ഇനി നമ്മൾ ഇതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഡയബറ്റീസ്, ന്യൂട്രീഷൻ, ഡയബറ്റീസ്, ന്യൂട്രീഷൻ, ഓസ്റ്റിയോപോറോസിസ്, അതൊക്കെ എന്തൊക്കെയാണെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ ഒന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. അതായത് കാൽഷ്യം കൊണ്ടുണ്ടാകുന്ന നമ്മളുടെ കാൽഷ്യത്തിന്റെ കുറവ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ബോൺ ഡിസോർഡേഴ്സ് ഒക്കെയാണ് കേട്ടോ അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്, ഗൊണാഡ് ഡിസോർഡേഴ്സിന്റെ വേണമെങ്കിൽ അത് എഴുതി വെച്ചോ, ഒരു ഹൈഫൻ ഇട്ടിട്ട്. പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്. അത് ഹൈഫൻ ഇട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. സെക്ഷൽ ഹോർമോൺസ് ആണ്. സെക്ഷൽ ഹോർമോൺസ് ഇപ്പൊ സ്ത്രീകളൊക്കെ ആവുമ്പോ, പെൺകുട്ടികളൊക്കെ ആവുമ്പോ അവരുടെ ശരീരത്തിൽ പല രീതിയിലും പുതിയ പുതിയ ഹോർമോൺസ് ഒക്കെ ഒരു പ്രായം അഡൽറ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ആ വ്യത്യാസങ്ങൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള സ്ട്രക്ചേഴ്സിലൊക്കെ നമുക്ക് ഡിഫറൻസ് സംഭവിക്കുമല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോർമോൺസും അധികമായിട്ട് ഇടയ്ക്ക് വെച്ചിട്ടാണ് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജനിക്കുമ്പോൾ തന്നെ അന്നേരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, അതിനൊരു ടൈം എടുത്തിട്ടാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. ചില കുട്ടികളിൽ അതൊക്കെ പ്രകടമായി കാണാതെ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരം. ഓക്കെ, സോ അപ്പൊ അത് കഴിഞ്ഞു. എൻഡോക്രൈനോളജിയിൽ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്, എക്സ്ട്രാ അറിയേണ്ട കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ജെറിയാട്രിക്സ്. അടുത്ത എന്താ? ജെറിയാട്രിക്സ്. കേട്ടല്ലോ, എന്തായിരുന്നു ജെറിയാട്രിക്സ്? നമ്മൾ പറഞ്ഞതാണല്ലോ, പറഞ്ഞപ്പോ സ്മോൾ എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞതാ. വാട്ട് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ജെറിയാട്രിക്സ് ഫോർ? അതെ, എൽഡർലി പീപ്പിളിനുണ്ടാകുന്ന വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് ഓർ ഡിസീസസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ ജെറിയാട്രിക്സ്. ഇറ്റ് ഈസ് ദ എക്യുപ്ഡ്, അതായത് അവിടെ ഈ പറയുന്ന പോലെ പ്രായം ചെന്നവർക്ക് അവർക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് പ്രായം ചെന്ന് കഴിയുമ്പോൾ നമ്മൾ സാധാരണ കിടക്കുന്ന സ്ഥലത്ത് ഇപ്പൊ കിടപ്പൊക്കെ ആയി പോകും. ചിലർ എന്താ പറയാ പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് ചിലര് പെട്ടെന്ന് കിടപ്പായി പോകും. അപ്പൊ അവരൊക്കെ കിടത്താൻ വേണ്ടിയിട്ടുള്ള വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇപ്പൊ ഒത്തിരി പ്രായം ചെന്നവരെയൊക്കെ കൊണ്ടുപോയി സാധാരണ പോലെ കട്ടിലല്ല, അവരെയൊക്കെ വാട്ടർ ബെഡുകളോ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അതൊക്കെ ഉണ്ടാകും ഹോസ്പിറ്റൽസിൽ. അപ്പൊ അത്തരം വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള മാത്രമല്ല ഡോക്ടേഴ്സ് വിത്ത് സ്പെഷ്യലൈസ്ഡ് who are specialized in geriatrics, ഈ പറയുന്ന എൽഡർലി പീപ്പിളിനെ മാത്രം ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് സാധാരണ ഡോക്ടേഴ്സിനും പറ്റും, പക്ഷെ ഇവര് കുറച്ചുകൂടി കൂടുതൽ കോൺസെൻട്രേറ്റഡ് ഈ വയസ്സായവരെ ചികിത്സിക്കാനായിട്ട്. അപ്പൊ കുറച്ച് പ്രായം ചെന്നവരെ ചികിത്സിക്കാൻ പ്രായമുള്ള ഡോക്ടറിനല്ല ഉദ്ദേശിച്ചത്. ഈ ഇതിനു വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ഒരു പഴഞ്ചൻ രീതി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു കാലത്ത് എന്താ പറയാ എല്ലാത്തിനും ഒരു ഡോക്ടറെ അടുത്ത് പോകുക, ആ ഡോക്ടർ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ രോഗങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുക, ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ആൾക്കാര് രോഗമായിട്ട് ഇങ്ങനെ പ്രകടമായിട്ട് കാണുന്നേ. അപ്പൊ അന്നൊക്കെ ഈ പ്രായം ചെന്നവരെയൊക്കെ എല്ലാവരെയും ഒരുപോലെ നോക്കിയിരുന്നെങ്കിൽ ഇന്ന് ഓരോന്നിനും പർട്ടിക്കുലർ ആയിട്ട് അവരവർക്ക് മാത്രമുള്ള ചികിത്സകൾ പ്രൊവൈഡ് ചെയ്യാണ് ഓരോന്നിലും. അപ്പൊ പിന്നെ വൃദ്ധരായവര് അല്ലെങ്കിൽ വയസ്സായവര് ഒരു 70 കഴിഞ്ഞവർക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി ഇൽനെസ് ഒരുമിച്ച് വരും. കാരണം പ്രായം ചെല്ലുമ്പോ അല്ലെ, നീ നടക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, എഴുന്നേക്കാൻ പാടില്ല, കൈയും കാലൊക്കെ വളയുന്നില്ല, നടക്കാൻ എന്താ പറയാ നടക്കുമ്പോഴേക്കും വീഴാൻ പോകുന്നു, വിറയ്ക്കുന്നു, ഇങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവരെ മാത്രം ചികിത്സിക്കാൻ വേണ്ടി അതിന് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആണ്. പണ്ടൊക്കെ ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറഞ്ഞാൽ ഈ നമ്മള് പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഡിഗ്രി പഠിച്ചു, അത് കഴിഞ്ഞ് എന്താ പറയാ ഇപ്പൊ 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ഒന്നിലേക്ക് കൊമേഴ്സ് എടുക്കും അല്ലെങ്കിൽ സയൻസ് എടുക്കും, അങ്ങനെ പഠിച്ചു. സയൻസ് ഗ്രൂപ്പ് അല്ലെ, കൊമേഴ്സ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഗ്രൂപ്പ് എന്നൊക്കെ ആയിരുന്നു അന്ന് അതിന് പേര്. ഇന്ന് തന്നെ പേരൊക്കെ മാറി. അന്ന് 4th വരെ ഗ്രൂപ്പ് ഉണ്ട്, ഇന്ന് 3 ഉള്ളൂ, കൊമേഴ്സ്
സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സയൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ +2 പഠിക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ BSc അങ്ങനെയൊക്കെ ഉള്ളതിന് പോകും. ചിലര് അത് കഴിയുമ്പോ അപ്പൊ തന്നെ നഴ്സിങ്ങിനൊക്കെ പോകും അല്ലെ. നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം അന്നാലും നമുക്ക് അത് അറിയുള്ളായിരുന്നു. അതായത് +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഈ പറഞ്ഞ പോലെ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നഴ്സിംഗിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു ഒരു ഓപ്ഷൻ. ചിലർ BScയിലേക്ക് പോകും, ചിലർ നഴ്സിംഗിന് പോകും. ഇന്ന് ആ നഴ്സിംഗിൽ തന്നെ പല എന്താ പറയാ വെറൈറ്റി ഉണ്ട്. അതായത് നഴ്സിംഗിലേക്ക് തന്നെയല്ല പോകുക. ഇന്ന് കുട്ടികൾക്ക് ചൂസ് ചെയ്യാനായിട്ട് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവരിങ്ങനെ എന്താ പറയാ ഈ പാരാമെഡിക്കൽ കോഴ്സുകളിൽ തന്നെ ഇപ്പൊ M.Pharm, B.Pharm, D.Pharm എന്നൊക്കെ പറഞ്ഞു കേൾക്കണ്ട. അത് മാത്രമല്ല, അന്നൊക്കെ അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും അറിയാം. ഇപ്പൊ ഓരോന്നും വിഭാഗം തിരിച്ചാണ്. ഇപ്പൊ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം കോമൺ ആയിട്ട് എല്ലാവരെയും നഴ്സ് ചെയ്യുന്നതാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം, ഇപ്പൊ കാർഡിയോളജി, അതിനകത്ത് കാർഡിയാക് കെയർ ടെക്നോളജി, കാർഡിയാക് വാസ്കുലർ ടെക്നോളജി, അങ്ങനെയൊക്കെ ഉണ്ട്. പൾമിനറി ടെക്നോളജി ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അതിനകത്ത് തന്നെ വിഭാഗം തിരിച്ചതാ. ചിലര് അവിടുത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള മെഷീൻസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നവര്, ചിലര് അവിടുത്തെ കാർഡിയോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുന്നവര്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇവർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്ത് പഠിക്കാം. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടേഴ്സും ഇത് കണ്ടുപിടിച്ചു. എന്താണ് ഇപ്പൊ പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളെ നോക്കാനുള്ള ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ പ്രായം ചെന്നവരെ നോക്കാനും വേറെ നമുക്ക് സ്പെഷ്യലൈസ് പഠിച്ചൂടെ. അപ്പൊ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എൽഡർലി പീപ്പിളിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ് ആണ് ഇവർക്കുള്ളത്. സോ ദീസ് ഹാവ് ടു ബി ട്രീറ്റഡ് ആൻഡ് പ്രിവെന്റഡ്. ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാനേ പറ്റുള്ളൂ. വേദനകൾ ഉണ്ടെങ്കിൽ വേദനകൾ കുറയ്ക്കുക അല്ലെ. ഒരു പതുക്കെ ഒന്ന് എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാനായിട്ട്. കുറെ രോഗം നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. ബിക്കോസ് ഓൾഡ് ഏജ് ആയി. നമ്മള് മുഖത്തോ അല്ലെങ്കിൽ ശരീരത്തിലോ പ്രകടമാകുന്നില്ല ചിലതൊക്കെ ഇന്നത്തെ കാലത്ത്. എങ്കിലും എന്താ പറയാ പ്രായം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടേതായ ആ മെഷീനൊക്കെ ഏകദേശം ഓടി തീരാറായി. അതിന്റെ എന്താ പറയാ മാക്സിമം അതിന്റെ ഓട്ടം തീരാറായി എന്ന് സൂചിപ്പിച്ചു തുടങ്ങും നമ്മുടെ ശരീരം തന്നെ. അല്ലെ, ഒരു മെഷീൻ ആണല്ലോ. അപ്പൊ അതിന്റെ യന്ത്രങ്ങളുടെ ഒക്കെ പല പാർട്സും ഡിപ്രീസിയേറ്റഡ് ആയി, അതിന്റെ വിയർ ആൻഡ് ടിയർ ഒക്കെ സംഭവിച്ചു തുടങ്ങി. സോ അത് റിഫ്ലക്ട് ചെയ്യുന്നത് ഈ പറയുന്ന രോഗങ്ങളായിട്ടോ വേദനകളൊക്കെ ആയിട്ടായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാം. അവർക്ക് ആ ട്രീറ്റ്മെന്റിന് ആശുപത്രി കൊണ്ടുപോയാൽ മാത്രം മതി. കുറെ മരുന്നും വാങ്ങിച്ചു കൊടുത്താൽ ദേ ആർ ഹാപ്പി. അവർക്ക് സന്തോഷമായി അല്ലെ. നമ്മുടെ വീടുകളിലൊക്കെ വയസ്സായവരൊക്കെ ഉണ്ടാവുമല്ലോ. കൊണ്ടുപോകാതിരിക്കും അവർക്ക് ഒരു വിഷമം തോന്നും. എന്താന്ന് വെച്ചാൽ എന്റെ മോനോ അല്ലെങ്കിൽ മോളോ അല്ലെങ്കിൽ എന്താ പറയാ പേരക്കുട്ടികളോ എന്നെ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അവര് അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വെറുതെ ആണെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി കുറച്ച് മരുന്നൊക്കെ അങ്ങനെ വെറുതെ വാങ്ങിച്ചു കൊടുത്താൽ അവരുടെ അസുഖത്തിന് ഭേദമാക്കാനായിട്ട് എന്താ പറയാ അധികം അങ്ങോട്ട് പറ്റിയില്ലെങ്കിലും അവരുടെ മനസ്സിനൊരു സന്തോഷം കിട്ടും. കാരണം അവര് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എന്നൊരു ഫീലിംഗ് വരും അല്ലെ. അവർക്ക് അങ്ങനെയാണ്. ഈ വയസ്സായ ആളുകൾ കുറെ കഴിയുമ്പോഴേ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണാൻ വരുമ്പോ തീരെ വയ്യ, കിടപ്പ, എപ്പോഴും കിടപ്പ. പിന്നെ ദേ നോക്കി ഇത്രയും മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മരുന്നിന്റെ ഡബ്ബയൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അവർക്ക്. തങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് കുറെ മരുന്ന് കഴിക്കുന്നുണ്ടെന്നൊക്കെ പറയാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മരുന്നുകളിലാണ് അവരുടെ ഒരു ഇത് നിൽക്കുന്നതെന്നാണ് അവരുടെ ഒരു വിശ്വാസം. സോ അവർ അതിൽ ഹാപ്പി ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ ആളുകളെയൊക്കെ ചികിത്സിക്കാനുള്ള ഒരു സ്ഥലമാണ്. സോ എന്തൊക്കെയാണ് വിച്ച് ആർ ദ ട്രീറ്റ്മെന്റ്സ് ഗിവൺ ഹിയർ? ട്രീറ്റ്മെന്റ്സ് ഫോർ സ്ട്രോക്ക് അറിയാലോ അല്ലെ. പെട്ടെന്ന് എല്ലാവർക്കും വന്നതാണ്. ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് കൊണ്ട് കാണുന്നുണ്ട്. ഗ്യാസ്ട്രോഎൻട്രോളജി, ഡയബറ്റീസ്, ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലംസ്, എന്നുവെച്ചാൽ മൂവ്മെന്റിനൊക്കെ ഉള്ള പ്രോബ്ലംസ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാനും നടക്കാനും ഒക്കെ പറ്റുന്നതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. സിങ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്നതിന്റെ ഫലമായിട്ടേ ഇപ്പൊ എന്താ പറയാ നമ്മുടെ ഹാർട്ടിലേക്കൊക്കെ ഓക്സിജൻ ബ്ലോ ചെയ്യുന്നതൊക്കെ കുറച്ച് എന്താ പറയാ ഹാർട്ടിൽ നിന്ന് ഓക്സിജൻ ബ്രെയിനിലേക്ക് ബ്ലോ ചെയ്യുന്നത് കുറച്ച് കുറയും. അതാണ് അത് പ്രായത്തിന്റെ ആധിക്യം കൊണ്ടാകാം. BP ഒക്കെ കൂടും. അപ്പൊ BP കൂടുമ്പോ ഈ ഹാർട്ടിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശരീരത്തിന്റെ മറ്റ് പാർട്സിലേക്കൊക്കെ ബ്ലഡ് പമ്പ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പറയട്ടെ ഞാൻ. ഓക്കെ, അപ്പൊ എന്താ പറയാ അപ്പൊ ഈ ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് ലോ ആകുമ്പോൾ നമുക്കറിയാം ഹാർട്ടിലേക്ക് ബ്ലഡ് ടു ആൻഡ് ഫ്രം അല്ലെ, അങ്ങോട്ടേക്കും ബ്ലഡ് പോകുന്നുണ്ട്, അവിടെ നിന്ന് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്കും ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ BP ഒക്കെ ഭയങ്കര ലോ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബ്ലഡ് എന്താ പറയാ നമ്മുടെ ബ്രെയിനിലേക്കൊക്കെ പാസേജ് കുറയും. അത് ബ്രെയിനിലേക്ക് എത്തുന്ന ആ പാസേജ് കുറയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം, തലചുറ്റൽ, അതാണ് ഒരു സിങ്കോപ്പ് എന്ന് പറയുന്ന അസുഖം. അപ്പൊ അത് വയസ്സാകുമ്പോൾ സാധാരണയായിട്ട് നമുക്കൊക്കെ വരും. പിന്നെ ബോൺ ഡിസീസസ്, എല്ലിന് തേയ്മാനം, എല്ല് ഒടിച്ചില്, പൊടിഞ്ഞു പോവുക, എല്ലൊക്കെ
അത്തരം അസ്ഥിക്ഷയങ്ങളൊക്കെ ഇവിടെയും വരുന്നതാണ്. അപ്പൊ ബോൺ ഡിസീസസ് കുറച്ച് മുകളിൽ നമ്മൾ കണ്ടിരുന്നു. അത് വയസ്സായത് കൊണ്ടല്ല, അത് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടാണ്. ഇവിടെ ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിന് വരുന്ന ബോൺ ഡിസീസസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ട്രീറ്റ്മെന്റുകളെല്ലാം തന്നെ ജെറിയാട്രിക്സിലാണ് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് സം കമ്മ്യൂണിറ്റി സർവീസസ് such as therapy units, mobile therapy units, palliative care units. ഇതൊക്കെ ഇവിടെ ഈ ഒരു ഇതിനകത്താണ് കൊടുക്കുക. അതായത് ഈ ഡിപ്പാർട്ട്മെന്റിനെ, അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്തരം പേഷ്യൻസിന് ചിലപ്പോ ഇൻപേഷ്യന്റ് ആക്കണമെന്ന് നിർബന്ധമില്ല. സോ ഹാവ് ടു ബി സെൻഡ് ടു ഹോം. അവരെ വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി. അപ്പൊ ഇവർക്ക് എന്താ പറയാ, അധികം എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ, കിടപ്പ് രോഗിയൊക്കെ ആണെങ്കിൽ വാട്ടർ ബെഡ്സ് ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വെറുതെ കൊടുക്കുന്നതല്ല, നമുക്കറിയാം. അപ്പൊ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാം. പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ, അവിടെ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത്തരം ഈ പറയുന്ന ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് വിൽ ബി കണക്റ്റഡ് വിത്ത് ദിസ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. ഇവരുമായിട്ടൊരു ചെറിയ കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇവർക്ക് വേണ്ട, വയസ്സായവർക്ക് ഉപയോഗിക്കേണ്ട ചില സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് പറഞ്ഞ് അത് വാങ്ങിച്ചിട്ട് ആ രോഗി അവര് എന്താ പറയാ, എത്ര നാളത്തേക്കോ, ചിലപ്പോ തീരെ വയ്യാണ്ടൊക്കെ കിടന്നിട്ട് അധികം നാളൊന്നും ഇല്ല, അപ്പൊ അതുവരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ കിട്ടുന്ന പല സാധന സാമഗ്രികളൊക്കെ ഉണ്ട് അല്ലെ. അവർക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന, ഇപ്പൊ വാഷ് റൂമിലോ ടോയ്ലറ്റിലൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചില എക്യുപ്മെന്റുകളൊക്കെ വിൽ ബി പ്രൊവൈഡഡ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ഒക്കെ ഇവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇത്തരം ഒരു യൂണിറ്റ്സുമായിട്ട്. അപ്പൊ മൊബൈൽ തെറാപ്പി യൂണിറ്റ്സും ഉണ്ട് കേട്ടോ, വീടുകളിൽ ചെന്നിട്ട് ഈ തെറാപ്പി ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഈ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട്. കാരണം ഇവിടെയാണ് കൂടുതലും ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിറ്റ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ക്ലിയർ ആയോ എന്താണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്ന യൂണിറ്റ്? ക്ലിയർ? ക്ലിയർ മാം. ഓക്കെ. സോ ഇതിനകത്ത് എഴുതേണ്ട കുറച്ച് വാക്കുകളുണ്ട്, ഇപ്പൊ തന്നെ അങ്ങോട്ട് എഴുതി പോകാം, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റത്തേക്ക് വെച്ചാൽ എന്റെ നോട്ട് തീർന്നില്ല. എഴുതിക്കോ. ഗ്യാസ്ട്രോഎൻട്രോളജി നമ്മൾ നേരത്തെ പറഞ്ഞതാ. ഗ്യാസ്ട്രോഎൻട്രോളജി സ്റ്റൊമക് ആൻഡ് ഇൻറ്റെസ്റ്റൈൻ പ്രോബ്ലംസ് ആണ്. എഴുതിക്കോ, ഗ്യാസ്ട്രോഎൻട്രോളജി. വയസ്സായവർക്ക് ഉണ്ടാകുന്ന ഗ്യാസ്ട്രോഎൻട്രോളജി ആണ് കേട്ടാ. വയസ്സാവരുടെ മറ്റവരുടെ വേണമെങ്കിൽ സാധാരണ ഡോക്ടേഴ്സിനെ കാണിക്കാം. ഗ്യാസ്ട്രോഎൻട്രോളജി ഒരു ഹൈഫൻ ഇടാം. സ്റ്റൊമക് ആൻഡ് ഇൻറ്റെസ്റ്റൈൻ റിലേറ്റഡ് പ്രോബ്ലംസ്. സ്റ്റൊമക് ആൻഡ് ഇൻറ്റെസ്റ്റൈൻ റിലേറ്റഡ് പ്രോബ്ലംസ്. ഡയബറ്റീസ് എന്താണെന്നറിയോ? ഡയബറ്റീസ് നേരത്തെ പറഞ്ഞു. ഡയബറ്റീസ് ഷുഗറാണ്. അതെന്ത് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷുഗർ എന്ന് പറഞ്ഞ പഞ്ചസാര എന്നറിയാം. അതല്ല, അതെങ്ങനെ വരിക അത് അറിയാമോ? ഇൻസുലിന്റെ അളവ് കുറയുമ്പോ. അതെ അതെ, ബ്ലഡിന്റെ സ്ട്രീമിൽ, അതായത് ബ്ലഡ് സ്ട്രീമിലാണ് ഇത് ഈ കണ്ടന്റ് കൂടുതലായിട്ട് വരിക. അപ്പൊ ഷുഗർ ബ്ലഡ് സ്ട്രീമിൽ അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഷുഗർ വരുന്നത്. ഇത് എന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിൽ തന്നെ ഇറ്റ് പ്രൊഡ്യൂസസ് ഇൻസുലിൻ അല്ലെ. നമ്മളുടെ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ നിന്നും ഉണ്ടാകുന്ന ഷുഗേഴ്സിനെയൊക്കെ എന്താ പറയാ ഇല്ലാണ്ടാക്കാനായിട്ട്, അതിനെ എന്താ പറയാ കരിച്ചു കളയാൻ, അല്ലെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇഫ് ദ പാൻക്രിയാസ് ഡസന്റ് പ്രൊഡ്യൂസ് സച്ച് ഇൻസുലിൻ which is adequate for this purpose, ഈ ഷുഗർ എരിച്ചു കളയാനുള്ള ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്തില്ല എങ്കിൽ അതെന്ത് പറ്റും? നമ്മൾ കഴിക്കുന്ന ഷുഗർ കണ്ടന്റ് ബ്ലഡിൽ ഇങ്ങനെ കൂടി വരും. ഇൻസുലിൻ ഉണ്ട്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇതിനെ വന്ന് കോമ്പീറ്റ് ചെയ്ത് അതിനെ നശിപ്പിച്ചു കളഞ്ഞോളും. പക്ഷെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്തോ പ്രശ്നമാണ്. അതുകൊണ്ട് വരുമ്പോ എന്ത് പറ്റും? അവിടെ കിടന്ന് ഷുഗറിന്റെ അളവ് കൂടും. ഷുഗർ കണ്ടന്റ് അതിനകത്ത് കൂടുമ്പോ അങ്ങനെയാണ് നമ്മൾ അതിനെ ഡയബറ്റീസ് എന്ന് വിളിക്കുക. അപ്പോഴാണ് ഷുഗറിന്റെ അളവുകൾ കൂടും. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ ഹൈ ആയിട്ട് കാണിക്കും. അന്നേരം ഡോക്ടേഴ്സ് മേ സജസ്റ്റ് ടു ടേക്ക് ഇൻസുലിൻ. ചിലപ്പോൾ മരുന്ന് കൊടുത്ത് തീർക്കാൻ പറ്റുമോ നോക്കും. അത് അവരുടെ അളവ് ക്വാണ്ടിറ്റി നോക്കിയിട്ടാണ് കൊടുക്കുക. അത് നമ്മുടെ കയ്യിൽ മരുന്ന് കൊണ്ടുകൊണ്ട് അത് പറ്റുന്നില്ല, കയ്യിൽ പിടിച്ചിട്ട് ഒതുങ്ങുന്നില്ല എങ്കിൽ അവര് ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യാൻ പറയും. അതായത് നമ്മൾ പുറത്തുനിന്ന് ഇൻജെക്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻസുലിൻ കയറ്റേണ്ടി വരും. അതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതുമായിട്ട് എന്താ പറയാ, ഇത് തമ്മിലൊന്ന് കോമ്പീറ്റ് ചെയ്ത് അത് ഇല്ലാണ്ടാവണം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എഴുതണോ? ബ്ലഡ് അല്ലെങ്കിൽ ഡയബറ്റീസ് എഴുതണോ? നോട്ടായിട്ട് എഴുതണമെങ്കിൽ എഴുതാം. ഓക്കെ, എഴുതിക്കോ. DIABETS ഡയബറ്റീസ്.
ഒരു ഹൈഫൻ ഇടാം. ഷുഗർ ബിൽഡ് അപ്പ് ഇൻ ഷുഗർ ബിൽഡ് BUILD ബിൽഡ് അപ്പ് ഇൻ ബ്ലഡ് സ്ട്രീം. ഷുഗർ ബിൽഡ് അപ്പ് ഇൻ ബ്ലഡ് സ്ട്രീം, അതിനെയാണ് ഡയബറ്റീസ് എന്ന് വിളിക്കുക. ഷുഗർ ബിൽഡ് അപ്പ് ഇൻ ബ്ലഡ് സ്ട്രീം. ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഈസ് ബിക്കോസ്, എന്താണ് അതിന് കാരണം, എന്തുകൊണ്ടാണ് അങ്ങനെ ഷുഗർ ബിൽഡപ്പ് ബ്ലഡ് സ്ട്രീമിൽ ഉണ്ടാകാനുള്ള കാരണം? ഇറ്റ് ഈസ് ബിക്കോസ് പാൻക്രിയാസ്. It is because pancreas doesn't produce enough insulin. Doesn't produce enough insulin. ENOUGH. Enough insulin. ആവശ്യത്തിന് ഇൻസുലിൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടാണ്. പറയണോ ഇനിയും? ഇറ്റ് ഈസ് ബിക്കോസ്. അവിടെ തുടങ്ങിയാണോ? Okay, it is because pancreas does not produce enough insulin. INSULIN, insulin. ഇനി അടുത്തത് ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്. ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്. LOCOMOTORS. ലോക്കോമോട്ടോസ് എന്ന് പറഞ്ഞാൽ നടക്കാൻ അധികം മൂവ് ചെയ്യാനൊക്കെ പറ്റാത്ത അതാണ്. ഓക്കെ, അതൊന്ന് എഴുതി വെക്കാം ഹൈഫൻ ഇട്ടിട്ട്. പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു മൊബിലിറ്റി ഫങ്ഷൻസ്. പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു mobility functions. MOBILITY. Mobility functions such as sit, stand, gait. Sit, 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 stand, gait, GAIT എന്ന് വെച്ചാൽ നടത്തം, അതാണ് വാക്ക്. അത് തന്നെയാണ് അതിന്റെ മറ്റൊരു സിനോണിം പദാണെന്ന് മാത്രമേ ഉള്ളൂ. സിറ്റ്, സ്റ്റാൻഡ്, ഗൈറ്റ്, GAIT. നിൽക്കാനോ നടക്കാനോ ഇരിക്കാനോ ഒക്കെ പറ്റാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചോ ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്. നെക്സ്റ്റ് വൺ, സിൻകോപ്പ്. സിൻകോപ്പ്, SYNCOPE. അതിന്റെ ഒരു മീനിങ് എഴുതിക്കോ. ഫെയിന്റിംഗ് ആണ്. FAINTING, തലചുറ്റൽ, ഫെയിന്റിംഗ്. മലയാളം വേർഡ് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് അതിന്റെ മീനിങ്. ഫെയിന്റിംഗ്, FAINTING. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. Fainting due to low blood pressure, low LOW, low blood pressure, full stop. Fainting due to low blood pressure because full stop ആവുന്നില്ല. Because heart do not pump enough oxygen to brain. Heart do not pump enough oxygen to brain. ബ്രെയിനിലേക്ക് ആവശ്യത്തിന് ബ്ലഡിൽ കൂടിയൊക്കെ ആവശ്യത്തിന് ഓക്സിജൻ ഒക്കെ എത്താത്തത് കൊണ്ട്, നേരിട്ട് ഓക്സിജൻ അല്ല, ബ്ലഡിൽ കൂടി തന്നെയുള്ള ബ്ലഡിനകത്ത് ഓക്സിജൻ കണ്ടന്റ് ഉണ്ടല്ലോ, അത് ആവശ്യത്തിന് നമ്മുടെ ബ്രെയിനിനകത്തോട്ട് എത്താത്തത് കൊണ്ട് ഉണ്ടാകുന്ന തലചുറ്റല്, അതാണ് സിൻകോപ്പ് എന്ന് വിളിക്കുന്നത്. ബോൺ ഡിസീസ് ഒക്കെ എഴുതേണ്ട ആവശ്യമില്ല, അറിയാം. ഓക്കെ, അടുത്തൊരു ചെറിയ ഇതും കൂടി എടുത്തേക്കാം. ജനറൽ മെഡിസിൻ കുഞ്ഞിതാണ്, അതുകൊണ്ട് അതും കൂടി ഞങ്ങൾ പറഞ്ഞേക്കാം. ഓക്കെ, then next comes the general medicine അല്ലെങ്കിൽ internal medicine. Also it's known as also internal medicine എന്ന് കൂടി അതിന് പേരിട്ട. ജനറൽ കോമൺ ആയിട്ടുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങൾക്കുള്ള ഒരു മെഡിസിൻ, അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ജനറൽ മെഡിസിൻ. അതൊരു സ്പെഷ്യാലിറ്റി which prevents diagnosis and treatment of adult diseases or illness.
അതായത് അഡൽറ്റ് എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായവർ. പീഡിയാട്രിക്സ് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഉണ്ടല്ലോ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് പീഡിയാട്രിക്സ് ഉണ്ട്, അതുകൊണ്ട് അഡൽറ്റ്. അപ്പൊ നമ്മൾ മുതിർന്നവരുടെയും പറഞ്ഞു, അതായത് വയസ്സായവരുടെയും പറഞ്ഞു, കുട്ടികളുടെയും പറഞ്ഞുവെങ്കിൽ അടുത്തത് അപ്പൊ ഇതിന്റെ ഇടയിൽപ്പെട്ട ആളുകളുണ്ടല്ലോ പ്രായപൂർത്തിയായവര്, അവരുടേതാണ് അഡൽട്സ് ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ്, പ്രിവെൻഷൻ, അതാണ് ജനറൽ മെഡിസിൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് എ ജനറൽ പ്രാക്ടീഷണർ വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് GP, ജനറൽ പ്രാക്ടീഷണർ, അതിനെ നമുക്ക് GP എന്ന് വിളിക്കാം. ഈസ് എ ഫിസിഷ്യൻ ഹു ഇസ് നോട്ട് എ സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ ഇൻ എനി പർട്ടിക്കുലർ ഫീൽഡ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ, ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു ജനറൽ പ്രാക്ടീഷണർ, അങ്ങനെയാണ് നമ്മൾ GP എന്ന് വിളിക്കാം. ഒരു ഫിസിഷ്യൻ ആയിരിക്കും. അതായത് നമ്മൾ ENT നമുക്കറിയാം, അതില് ഇയർ നോസ് ത്രോട്ടിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആളാണ്. അല്ലെ, ജെറിയാട്രിക്സ് എൽഡർലി പീപ്പിളിന് മാത്രം ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആളാണ്. അതിലൊന്നും പെടാത്ത ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയയിലല്ല അവര് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പഠിച്ചത് ഏതെങ്കിലും പർട്ടിക്കുലർ കാര്യത്തിൽ വ്യക്തി മാത്രം ചികിത്സിക്കാനല്ല. അതാണ് ജനറൽ എന്ന് പറയാനുള്ള കാരണം തന്നെ. അപ്പൊ അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ജനറൽ പ്രാക്ടീഷണർ ആണ്, GP എന്ന് നമുക്ക് പറയാം. ആൻഡ് ഹു വിൽ നോട്ട് ബി സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിനിൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തേക്കണം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇത് ഇവിടെ എന്തൊക്കെയാണ്, വാട്ട് ഓൾ തിങ്സ് ആർ ട്രീറ്റഡ് ഹിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ ഹെൽത്ത് കെയറിൽ ഉണ്ടാകുന്ന റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ. റുട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ വേറെ പ്രത്യേകിച്ചുള്ള ഏതെങ്കിലും പ്രത്യേക ഭാഗത്തുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗമല്ലാതെ ഉണ്ടാകുന്ന റുട്ടീൻ ആയിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തുക. ഇപ്പൊ ഇവിടെ എക്സാമിനേഷൻസ് ഒക്കെ നടത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി അവരങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫിസിക്കൽ എക്സാമിനേഷൻസ്, പിന്നെ ഇമ്മ്യൂണൈസേഷൻസ്, നമുക്ക് ഇമ്മ്യൂണിറ്റി എന്താ പറയാ പലതരത്തിലുള്ള ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ, അപ്പൊ അതൊക്കെ റെഫർ ചെയ്യുന്നതൊക്കെ ഇവരായിരിക്കും. മാത്രമല്ല ദേ ഓൾസോ അസസ് വെരി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് കണ്ടീഷൻസ് ഓഫ് ഇൽനെസ് ഇൻക്ലൂഡിങ് ഇഞ്ചുറീസ്, പലതരത്തിലുള്ള എന്താ പറയുക ഇൽനെസ്സും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇഞ്ചുറികളൊക്കെ, പല എന്താ പറയുക മുറിവുകളോ ചതവുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവര് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജനറൽ പ്രാക്ടീഷണർ തന്നെയാണ്, ഈ ജനറൽ മെഡിസിനിലാണ്, ഈ ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത് ചെയ്യാം. ആൻഡ് ഇവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBBS വിത്ത് MD ആണ് കേട്ടോ. MBBS വിത്ത് MD ജനറൽ മെഡിസിനിൽ അത് ആയിരിക്കും ജനറൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണറിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ക്വാളിഫിക്കേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ജനറൽ പ്രാക്ടീഷണർ ഓർ ഫിസിഷ്യൻ ക്വാളിഫിക്കേഷൻ MBBS വിത്ത് MD ആണ്. സ്മോൾ പാർട്ടാണ് കേട്ടോ ജനറൽ മെഡിസിനെ കുറിച്ച്, കുഞ്ഞു കാര്യമാണ് പറഞ്ഞേക്കണേ. അപ്പൊ എല്ലാ ടൈപ്സ് ഓഫ് ഇൽനെസ്സും അഡൽട്സിന് ഉണ്ടാകുന്ന എല്ലാ ടൈപ്സ് ഓഫ് ഇൽനെസ്സും ആണ് ഇവിടെ ട്രീറ്റ് ചെയ്യുക. ആൻഡ് ഇവർക്ക് GP അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ സ്പെഷ്യലൈസ്ഡ് ഏരിയ ഓഫ് മെഡിസിൻ കവർ ചെയ്യുന്ന ആളല്ല എന്നുള്ള കാര്യം ഓർക്കുക. പർട്ടിക്കുലർലി ദേ ഗിവ്സ് ഇമ്മ്യൂണൈസേഷൻസ് ആൻഡ് ഓൾസോ ഫിസിക്കൽ എക്സാമിനേഷൻസ്. അതിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞേക്കണേ. റുട്ടീൻ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ആണ് അവർ ചെയ്യുക. ആ റുട്ടീൻ ഹെൽത്ത് കെയറിന് എക്സാമ്പിൾ ആണ് പറഞ്ഞത് ഇമ്മ്യൂണൈസേഷൻ ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻസ്. ആൻഡ് ഇവര് മാത്രമല്ല ഇവര് എന്താ പറയുക ഇൽനെസ്സും ഇഞ്ചുറീസും എല്ലാം ഹാൻഡിൽ ചെയ്യും എന്നുള്ള കാര്യം ഓർക്കാം. ക്വാളിഫിക്കേഷൻ MBBS വിത്ത് MD ആണ്. ക്ലിയർ ആയോ? Okay, so what all departments have been discussed in this class? എന്തൊക്കെയാ ഇന്ന് നമ്മൾ പഠിച്ചേ? അമീറ ഒന്ന് പറയാമോ? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റാ? Endocrinology, Geriatrics, General Medicine. ഓക്കെ, ജെറിയാട്രിക്സ് ആൻഡ് ജനറൽ മെഡിസിൻ, ഈ 3 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? 3 ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാണ്? എൻഡോക്രൈനോളജി വിച്ച് ഈസ് ദ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ഈസ് ഫോർ മെന്റ് ഫോർ എന്തിനു വേണ്ടിയിട്ടുള്ളത്? നസ്രീൻ പറയാമോ? Endocrinology department is meant for dash. Endocrine system. അതെ, വെരി ഗുഡ്. എൻഡോക്രൈൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളത്. ആൻഡ് വാട്ട് തിങ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ എൻഡോക്രൈൻ സിസ്റ്റം? അനൂപ ഒന്ന് പറയാമോ? അനൂപ ഉണ്ടോ? പോയോ? എൽമ പറയോ? എൻഡോക്രൈൻ സിസ്റ്റം മീൻസ് endocrine glands and they produce. Very good. Endocrine glands and the hormones they produce. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും അത് രണ്ടുമാണ് വരിക. ഇനി ഈ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു ഏരിയാസ് ഇല്ലേ, ഡയബറ്റിക്സ്,
ചിലപ്പോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരും. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏതാണ് താഴെ പറയുന്ന എന്താ പറയാ ഡിസീസ് അല്ലെങ്കിൽ ഇൽനെസ് താഴെ പറയുന്നതിൽ കോമൺ ആയിട്ട് ജെറിയാട്രിക്സിലും എൻഡോക്രൈനോളജിയിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് ഡയബറ്റീസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ പലതും മാറ്റി തന്നിട്ട് ഡയബറ്റീസ് മാത്രം അതിനകത്ത് ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം ആ രീതിയിലൊക്കെ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാന്ന്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കിവിടെ ഒരു എക്സാം ഇവിടെ കഴിഞ്ഞ ബാച്ച് ഉണ്ടായിരുന്നതിന്റെ ലാസ്റ്റ് എക്സാമിന്റെ മോഡലൊക്കെ കഴിഞ്ഞു. അപ്പൊ 100-ലായിരിക്കും മൊത്തം മൊഡ്യൂൾസിന്റെ മാർക്കൊക്കെ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് അതിന്റെ വൺ വേർഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ തന്നെ സ്വന്തമാക്കി വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ചോദിച്ചാലോ എന്നുള്ള രീതിയിൽ. നമ്മളുടെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം തന്നിട്ട് നിങ്ങളത് ചെയ്യണമെന്നില്ല. ഇപ്പൊ ഒരു പാഠമൊക്കെ ചാപ്റ്റർ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ അഡീഷണൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി. ചാപ്റ്റർ തീരാൻ നോക്കിയിരിക്കുകയാണ്. ഓരോ ദിവസവും തരുമ്പോൾ നമുക്ക് സമയം പോകണം. അതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് തരുമ്പോൾ എല്ലാ ചാപ്റ്ററും തീരുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ആൻഡ് ഓൾസോ മോക്ക് ടെസ്റ്റിന് വേണ്ടിയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അവർ സെൻഡ് ചെയ്ത് തരും. ഇത് നമ്മൾ ക്ലാസ്സിൽ തന്നെ തരും കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ആൻസർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ടെക്നിക്ക് പിടികിട്ടും. ആ ടെക്നിക്ക് പിടികിട്ടി കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. സോ അപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക, ഇപ്പോഴേ തന്നെ പഠിച്ചു പോവുക. അപ്പൊ 100 മാർക്ക് എന്താ പറയാ ചെറിയ ഒറ്റ ഇതായിട്ട് എക്സാം ആയിട്ട് എടുത്തപ്പോ കുറച്ച് മാർക്ക് കുറവാണ് കണ്ടേക്കണേ. അതേസമയം സ്പ്ലിറ്റ് ചെയ്ത് 1-2 മൊഡ്യൂൾസും 3-4 മൊഡ്യൂൾസും എക്സാം എടുത്തപ്പോ കുഴപ്പമില്ല, ഫുൾ മാർക്ക് നേടിയവര് ഇപ്പൊ 100-ൽ വന്നപ്പോ 95 ആണ് ടോപ്പായിട്ട് വന്നത് മാർക്ക്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് അങ്ങനെയൊക്കെ വരരുത്. നിങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ല കുട്ടികളാണ്, വേഗം ആൻസർ ഒക്കെ പറയുന്നത് കൊണ്ടേ. അപ്പൊ നിങ്ങൾ ഇന്നൊക്കെ ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. സോ യു ഹാവ് ടു ഗീവ് ദാറ്റ്. ഞങ്ങൾക്ക് അതിന്റെ ആ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു റിട്ടേൺ ഞങ്ങൾക്ക് തരണം. ഓക്കെ ഓക്കെ അല്ലേ? Okay, ma'am. ഓക്കെ മാം. Okay, so see you next day. Thank you. Bye. Thank you, ma'am. താങ്ക് യു മാം. Okay, bye. Thank you, ma'am. Thank you, ma'am. Okay, thank you.